ഞങ്ങൾ പുതിയ വീട് ഉണ്ടാക്കണം അങ്ങോട്ട് പോവാം കേട്ടോ. പുതിയ വീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ പഴയ വീട് പൊളിച്ചിട്ട് അവിടെ പുതിയ വീട് ഉണ്ടാക്കുകയാണ്. പഴയ തറവാട് വീടായിരുന്നു കേട്ടോ അത്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഏട്ടൻ്റെ വീട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചിന്നു ഹരിക്കുട്ടിനും അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നിൽ. എന്താ കണ്ടോ, കോഴികളൊക്കെ കാണാണ്ട് അതിൻ്റെ ഇടയിൽ പോണ വഴിക്ക് കണ്ടതാ. അങ്ങനെ കോഴികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് ഓരോരുത്തർ. അവിടെയുള്ള അടുത്തുള്ള വീട്ടിലുള്ളവർ കൃഷി നടത്തുന്നതാണ് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചിന്നു ഹരിക്കുട്ടിനൊക്കെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളെ വീടിൻ്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല, ഇപ്പോഴും വഴിയിലാണ്. അപ്പോൾ ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റോട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെ ഒഴിവുള്ള ദിവസമല്ലേ. ഇതാ ഞങ്ങളെ വീട്ടിലേക്ക് പോണ വഴിയത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള വീടാണ് ഞങ്ങളിത്. എന്താ വീടെത്താറായി എത്തി. അപ്പോൾ ചിന്നു മുന്നിലേക്ക് പോയിട്ടുണ്ട്, ഹരിക്കുട്ടിനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ എത്തിയിട്ട് ഹരിക്കുട്ടൻ ആദ്യം തന്നെ ഓടി വന്നിട്ട് വാതിലിൻ്റെ കുറ്റിയൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് വീട്ടിൽ വല്ല പണിക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചൊരു ആൾക്ക് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഞങ്ങൾ ഡോറൊക്കെ തുറന്നിട്ട് അകത്തേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളെ ചെറിയ വീട്. അടുക്കളയൊന്നും ഇപ്പോൾ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ലാസ്റ്റിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഹോള്. അവിടെ മേലേക്കാട്ടോ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കാണ്ടായിരുന്നു. ഞാനൊന്ന് റൂമിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഞാൻ കോണിയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹരിക്കുട്ടൻ നേരത്തെ അവിടെ മേലേക്ക് എത്താൻ നോക്കിട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടിയാണ് അതിലൂടെ അടക്കാൻ. അപ്പോൾ ഞാനതാണ് ചുമരിൽ ചാരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ നിന്ന് ഈ ജനലിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര വ്യൂ ആട്ടോ. ഭയങ്കര എന്താ പറയുക, അടുത്തുള്ള വീടൊക്കെ നന്നായിട്ട് കാണാം. അപ്പോൾ ഭയങ്കര രസമാണ് മേലെ നിന്ന് നോക്കുമ്പോൾ. ഞാൻ കുറച്ച് നേരം അവിടെ നോക്കിയൊക്കെ നിന്നു. അമ്മ പിന്നെ പിന്നിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോണിയൊക്കെ കയറി ഇങ്ങനെ എത്താറായി. ഇതൊക്കെ അവിടെ അടുത്തുള്ള വീടുകളാട്ടോ. ഇതാണ് കോണിക്കൂട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറേ സിമൻറ്റ് വീണതും അപ്പോൾ അതേപോലെ തന്നെ കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയത് മേലെന്ന് നോക്കാൻ. ഞാൻ എപ്പോഴും വന്നാലും ഈ മേലെന്നൊരു നോട്ടം കഴിഞ്ഞിട്ടേ ഞാൻ വേറെ എന്തിനും നിൽക്കലുള്ളൂ. ഭയങ്കര രസമാണ് മേലെന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് കോണിക്കൂടൊന്ന് പിന്നെ എടുത്തതാണ്. ഹരിക്കുട്ടൻ ഇപ്പോഴും അവിടെ നിന്ന് പോന്നിട്ടില്ല, അവൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇവിടെ അമ്മ അടിയിലേക്ക് ചൂലെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല, പിന്നെ അമ്മേൻ്റെ പിന്നാലെ ഞങ്ങളും പോയി. അതില്ലാതെ ശരിയാവില്ല. അപ്പം അങ്ങനെ ഞാനും ഹരിക്കുട്ടനും കൂടി അമ്മേൻ്റെ അടുത്തേക്ക് പോയി. അമ്മ ചൂലെടുക്കാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇതിലൂടെയൊക്കെ ജസ്റ്റ് ആക്കമ്പാടി നടക്കുമായിരുന്നു. അങ്ങനെ അമ്മേനെ കാണാല്ലേ, അപ്പം ഞാൻ തിരഞ്ഞു പോയതാണ്. ചൂലുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു. ഈ സിമൻ്റൊക്കെ വീണതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ. ഇല്ലെങ്കിൽ ഇനി അടുത്തവർ വരുമ്പോഴേക്കിനും ഇതിക്ക് ഇരട്ടിയാവും. കേട്ടോ ഞങ്ങളെ റൂമിലേക്കുള്ള 2 റൂമാട്ടോ. അപ്പോൾ അവിടേക്കുള്ള വഴിയാണത്. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങിയ പാടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മോറവും ചൂലൊക്കെ പിടിച്ചിട്ട്. ഞങ്ങൾ പണിയൊക്കെ തുടങ്ങി. അമ്മ തന്നെയാണ് ആദ്യത്തെ അടി ഉദ്ഘാടനം ചെയ്തത്. ഞാനും തുടങ്ങി. ഞങ്ങൾ 2-3 ചൂലൊക്കെ എടുത്തിട്ട് ഞങ്ങളും തുടങ്ങി അടിക്കൽ. ഹരിക്കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ആൾ പിന്നെ എന്നെക്കാളും ഇൻട്രസ്റ്റാണ് ചെയ്യാൻ. എന്ത് പണി ഉണ്ടെങ്കിലും അമ്മേരെ ഒപ്പം സഹായിക്കും, എല്ലാവരും ഒപ്പം സഹായിക്കും. ഇവിടെ കുറേ ഓട് പൊട്ട്, ഞങ്ങൾ മേലെ കോണിക്കൂട് ഓടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് കുറച്ച് സുഖം, കാരണം തണുപ്പൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓട് ഉണ്ടായിരുന്നു, അപ്പോൾ ഓട് പൊട്ടിയതൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവനതൊക്കെ നീക്കിയിട്ട് അടിക്കലാണ് ഞാനും. അപ്പോൾ അമ്മ ആ സൈഡിലപ്പോഴേക്കിനും വേറെ എന്തൊക്കെയോ പണിയിൽ പെട്ടു. ആൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് അടിക്കലും ഇതൊക്കെ. പിന്നെ അവനും അമ്മയും കൂടി കേട്ടോ. ഞാൻ അടിക്കണ നേരം കൊണ്ട് അവർ രണ്ടാളും ഈ മരമൊക്കെ, ഈ എന്താ പറയുക, മരമൊക്കെ അതെടുത്തിട്ട് അടുക്കി വയ്ക്കുമായിരുന്നു. ഒക്കെ അവിടെ ആകെ പരന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം 6 മണിയൊക്കെ ആവാറായി ഉണ്ടായിരുന്നു. ഞങ്ങളിതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ സെറ്റായി. ഞങ്ങൾ ഫുൾ ക്ലീൻ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം അടുത്തുള്ള താത്താനോടൊക്കെ ഒന്ന് സംസാരിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പണിയിലേക്ക് തന്നെ. ഒരാളടിച്ച ഒരാൾ
അങ്ങനെ മാറി മാറി അടിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഒപ്പം ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ നല്ല വൃത്തിയാക്കി. ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് അമ്മയും ടാറ്റ പറഞ്ഞിട്ട്. അനിയനവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞു. അപ്പോൾ അവനെ അവിടെ വെള്ളത്തിൽ നോക്കി നിൽക്കുകയാണ്. ആൾക്ക് പോരാൻ തോന്നുന്നില്ല പണിയൊന്നും കഴിഞ്ഞിട്ട്. അപ്പോൾ ആളെ കളിക്കാരും കൂട്ടുകാരും ഒക്കെ എവിടെയാണ്. അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടാക്ക്. അവിടെ അധികം കളിക്കാനൊന്നും ആരുമില്ല, റോഡ് സൈഡ് ആയതുകൊണ്ട്. നല്ല ഇരുട്ടായിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. വാങ്ങുകയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കിനും ബൈ ബൈ.